എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് സദ്യയിലെ പ്രധാന വിഭവമായ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി വളരെ സ്വാദോടുകൂടിയും അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. ഇഞ്ചി എടുത്തിട്ട് തോല് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് ഇതേപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചാലേ നന്നായിരിക്കുള്ളൂ ഇഞ്ചിക്കറിക്ക്. ഏകദേശം ഒരു ബൗളുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഏകദേശം ചെറിയൊരു ബൗളുണ്ട്. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഒരു ചെറിയ കഷ്ണം വെല്ലം. പിന്നെ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ പുളി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതാണ്. ഇഞ്ചിക്കറിക്ക് എപ്പോഴും പഴയ കറുത്ത പുളിയാണ് നല്ലത്. എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് പുതിയ പുളിയാണ് കിട്ടിയത്. അതുകൊണ്ട് നന്നായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താണ്. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം ഉലുവ ഇടാം. പിന്നെ പച്ചമുളക് ഇടാം. ഇഞ്ചിയും നന്നായിട്ട് വഴറ്റണം. കറിവേപ്പില വൃത്തിയായി കഴുകിയത് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. പിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല മണമാണ്. ഇഞ്ചിയുടെ പച്ച വാസനയൊക്കെ പോകണം. ഇഞ്ചിയും പച്ചമുളകും വഴറ്റുമ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ ഡിഷസ് ഉണ്ടാക്കിയാലും ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലേ സദ്യയ്ക്ക് ഒരു പൂർണ്ണത വരുള്ളൂ. അതുമാത്രമല്ല ഇഞ്ചിക്കറി 1000 കറികളുടെ സമമാണ്. അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. കാരണം മണ്ണും കോലും ഒക്കെ ഉണ്ടാവും പുളിയിൽ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ആ പുളി പിഴിഞ്ഞെടുത്താണത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇഞ്ചി നന്നായിട്ട് വേണം കേട്ടോ വഴട്ടിയെടുക്കാനായിട്ട്. ഒരു ചെറിയ ചുവന്ന നിറം വരും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെല്ലം ഇട്ട് കൊടുക്കാം ഈ സ്റ്റേജിൽ. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചതിൻ്റെ 1/3 കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇഞ്ചിക്കറിയുടെ ഒരു പാകം എന്ന് പറയണത്. ഉപ്പ് ചെക്ക് ചെയ്തു. എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്രയേ ഉള്ളൂ. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇഞ്ചിക്കറി നന്നായിട്ട് ആറിയ ശേഷം നോക്കുമ്പോൾ കാണില്ലേ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഭവം സദ്യയിലൊക്കെ കിട്ടാറുള്ള ഉടനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണ ഒരു മാങ്ങാക്കറി അല്ലെങ്കിൽ മാങ്ങ അച്ചാറിൻ്റെയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണിത്. അപ്പോൾ അതിനായിട്ട് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് ഉണ്ട്. 2 മാങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കളറ് കൂടെ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. എന്തിനാണ് നമ്മൾ 1 മണിക്കൂർ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പും മുളകും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനും പിന്നെ മാങ്ങാ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനാണ്. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കണേ. എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിയല്ല, ഉലുവ തന്നെയാണ് നമ്മൾ ഡയറക്റ്റായി ഇടുന്നത്. ഒരു 5 നീളത്തിലുള്ള ഒരു പച്ചമുളകാണ്. 5 അധികം എരിവൊന്നുമില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് മുറിച്ചാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. മാങ്ങ ഒന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് 1 മണിക്കൂർ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം പെട്ടെന്നാവും. കണ്ടില്ലേ, ഇതൊക്കെ ഒരു 5 മിനിറ്റ് പോലും ഇല്ല ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എണ്ണ പോരാ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കി ഒഴിക്കുകയേ വേണ്ടൂ.
അപ്പോൾ ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ എണ്ണയൊക്കെ പുറത്ത് വരും. പിന്നെ ഞാൻ അധികം എണ്ണ ഒഴിക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വഴണ്ട് വന്ന ശേഷം വേണം വിനീഗർ ഒഴിക്കാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഇൻ കേസ് നിങ്ങൾ വിനീഗർ ചേർക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇന്ന് വിനീഗറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിക്കാൻ പോണതിൻ്റെ മുമ്പായിട്ട് കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.